ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ ആ അധ്യായത്തിൻ്റെ അവസാനം വരെയുള്ള വാക്യങ്ങൾ നമുക്ക് വായിക്കാം. ലൂക്കോസിൻ്റെ സുവിശേഷം 2-ാം അധ്യായം 29 മുതൽ. ഇപ്പോൾ നാഥ, തിരുവചനം പോലെ നീ അടിയനെ സമാധാനത്തോടെ വിട്ടയക്കുന്നു. ജാതികൾക്ക് വെളിപ്പെടുവാനുള്ള പ്രകാശവും നിന്റെ ജനമായ ഇസ്രായേലിൻ്റെ മഹത്വവുമായി നീ സകല ജാതികളുടെയും മുമ്പിൽ ഒരുക്കിയിരിക്കുന്ന നിന്റെ രക്ഷയെ എൻ്റെ കണ്ണ് കണ്ടുവല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ അവനെക്കുറിച്ച് പറഞ്ഞതിൽ അവൻ്റെ അപ്പനും അമ്മയും ആശ്ചര്യപ്പെട്ടു. പിന്നെ ശിമോൻ അവരെ അനുഗ്രഹിച്ച് അവൻ്റെ അമ്മയായ മറിയോട്, അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വെച്ചിരിക്കുന്നു. നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് പറഞ്ഞു. ആശേർ ഗോത്രത്തിൽ ഫനുവേലിൻ്റെ മകളായ ഹന്ന എന്നൊരു പ്രവാചകി ഉണ്ടായിരുന്നു. അവൾ കന്യാകാലത്തിൽ പിന്നെ ഭർത്താവിനോടുകൂടെ 7 സംവത്സരം കഴിച്ച് 84 സംവത്സരം വിധവയും വളരെ വയസ്സ് ചെന്നവളുമായി ദേവാലയം വിട്ടുപിരിയാതെ ഉപവാസത്തോടും പ്രാർത്ഥനയോടും കൂടെ രാവും പകലും ആരാധന ചെയ്തു പോന്നു. ആ നാഴികയിൽ അവളും അടുത്തു നിന്ന് ദൈവത്തെ സ്തുതിച്ചു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പ്രസ്താവിച്ചു. കർത്താവിൻ്റെ ന്യായപ്രമാണത്തിൽ കൽപ്പിച്ചിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം അവർ ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി. പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോന്നു. ദൈവകൃപയും അവൻ്റെ മേൽ ഉണ്ടായിരുന്നു. അവൻ്റെ അമ്മയപ്പന്മാർ ആണ്ടുതോറും പെസഹ പെരുന്നാളിന് യെരുശലേമിലേക്ക് പോകും. അവന് 12 വയസ്സായപ്പോൾ അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ ബാലനായ യേശു യെരുശലേമിൽ താമസിച്ചു. അമ്മയപ്പന്മാരോ അറിഞ്ഞില്ല. സഹയാത്രക്കാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരിക്കുമെന്ന് അവർ ഊഹിച്ചിട്ട് ഒരു ദിവസത്തെ വഴി പോന്നു. പിന്നെ അവനെ ബന്ധുക്കളുടെയും പരിചയക്കാരുടെയും ഇടയിൽ തിരഞ്ഞു. കാണാഞ്ഞിട്ട് അവനെ അന്വേഷിച്ചുകൊണ്ട് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി. 3 നാൾ കഴിഞ്ഞ ശേഷം അവൻ ദേവാലയത്തിൽ ഉപദേഷ്ടാക്കന്മാരുടെ നടുവിൽ ഇരിക്കുന്നതും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദിക്കുകയും ചെയ്യുന്നതും കണ്ടു. അവൻ്റെ വാക്ക് കേട്ടവർക്കെല്ലാവർക്കും അവൻ്റെ വിവേകത്തിലും ഉത്തരങ്ങളിലും വിസ്മയം തോന്നി. അവനെ കണ്ടിട്ട് അവർ അതിശയിച്ചു. അമ്മ അവനോട്, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്തത് എന്ത്? നിന്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അവൻ അവരോട്, എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. അവൻ തങ്ങളോട് പറഞ്ഞ വാക്ക് അവർ ഗ്രഹിച്ചില്ല. പിന്നെ അവൻ അവരോടുകൂടെ ഇറങ്ങി നസറത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം അവൻ്റെ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. യേശുവോ ജ്ഞാനത്തിലും വളർച്ചയിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു.
പോലിഹേ കാത്തിരിപ്പൂ എൻ രക്ഷകാ എൻ ദൈവമേ നിത്യമാം നിൻ ഭവനമതിൽ വന്നങ്ങു ചേർന്നിടുവാൻ ഞാൻ ആശയാൽ കാത്തിടുന്നു. വന്നങ്ങു ചേർന്നിടുവാൻ ഞാൻ ആശയാൽ കാത്തിടുന്നു. നിൻ കൂടെയുള്ളതാം വാസം നാഥായൻ പ്രത്യാശ ഏറിടുന്നേ. നിൻ കൂടെയുള്ളതാം വാസം നാഥായൻ പ്രത്യാശ ഏറിടുന്നേ. കഷ്ടങ്ങൾ തീർന്നു മോതാൻ എന്നെന്നും ഞാൻ കാന്തനോടൊത്തു വാണിടുന്നേ. കഷ്ടങ്ങൾ തീർന്നു മോതാൻ എന്നെന്നും ഞാൻ കാന്തനോടൊത്തു വാണിടുന്നേ. എൻ രക്ഷകാ എൻ ദൈവമേ നിത്യമാം നിൻ ഭവനമതിൽ വന്നങ്ങു ചേർന്നിടുവാൻ ഞാൻ ആശയാൽ കാത്തിടുന്നു. വന്നങ്ങു ചേർന്നിടുവാൻ ഞാൻ ആശയാൽ കാത്തിടുന്നു. മരുവിലെ വാസമന്നു തീരും വാഗ്ദത്ത നാട്ടിൽ ഞാനന്നു ചേരും. മരുവിലെ വാസമന്നു തീരും വാഗ്ദത്ത നാട്ടിൽ ഞാനന്നു ചേരും. വിശ്വാസപാതയിൽ ഞാൻ പോകുന്നിതാ. വിശ്വസ്തതാതൻ കരുതുന്നതാ. വിശ്വാസപാതയിൽ ഞാൻ പോകുന്നിതാ. വിശ്വസ്തതാതൻ കരുതുന്നതാ. എൻ രക്ഷകാ എൻ ദൈവമേ നിത്യമാം നിൻ ഭവനമതിൽ വന്നങ്ങു ചേർന്നിടു. യോസഫും മേരിയും ദേവാലയത്തിൽ യേശു കുഞ്ഞിനെയും കൊണ്ട് അവനെ പ്രതിഷ്ഠിക്കുവാൻ വന്ന സമയത്ത് 2 പേരെ കണ്ടുമുട്ടിയതായി നാം കാണുന്നു. അതിലൊന്നാമത്തെ ആൾ ശിമിയോനാണ്. വയോധികനാണ്. താൻ സാധാരണ ദേവാലയത്തിൽ വരാറുള്ള ആളാണ് എന്നിവിടെ പറയുന്നില്ല. എന്നാൽ യോസഫും മറിയയും യേശു കുഞ്ഞിനെയും കൊണ്ട് വന്ന സമയത്ത് ശിമിയോൻ ദേവാലയത്തിൽ വന്നു. ഈ കുഞ്ഞിനെ കൈകളിലെടുത്ത് ദൈവത്തെ വാഴ്ത്തി. ദൈവം ഒരുക്കിയിരിക്കുന്ന രക്ഷ ഇതാണ് എന്ന് ശിമിയോൻ അവരോട് പറഞ്ഞു. അവരെ അനുഗ്രഹിച്ച് പറഞ്ഞ വാക്കുകൾ 34-ാം വാക്യത്തിൽ നാം കാണുന്നു.
അനേക ഹൃദയങ്ങളിലെ വിചാരം വെളിപ്പെടേണ്ടതിന് ഇവനെ ഇസ്രായേലിൽ പലരുടെയും വീഴ്ചയ്ക്കും എഴുന്നേൽപ്പിനും മറുത്തു പറയുന്ന അടയാളത്തിനുമായി വച്ചിരിക്കുന്നു. യേശുവിൻ്റെ ജീവിതം മൂലം അനേക ആളുകളുടെ ഹൃദയത്തിലെ വിചാരം വെളിപ്പെടും. അത് ദൈവത്തിന് അറിയാം, എന്നാൽ മറ്റുള്ള ആളുകൾക്ക് അത് വെളിപ്പെടും. യേശുവിൻ്റെ ജീവിതകാലത്ത് നമുക്കിത് കാണാൻ കഴിയും. യേശുവിനെ തിരസ്കരിച്ച അനേക ആളുകളുണ്ടായിരുന്നു. അവർ അങ്ങനെ ചെയ്തതിൻ്റെ കാരണം അവർ വെളിച്ചത്തേക്കാൾ അധികം ഇരുളിനെ സ്നേഹിച്ചു എന്നതാണ്. അവർ ഇരുട്ടിനെ സ്നേഹിക്കുന്നവരായിരുന്നു. എന്നാൽ യേശുവിൻ്റെ ജീവിതം, യേശുവുമായി അവർ കണ്ടുമുട്ടിയത് മുഖാന്തരം അവരുടെ ഹൃദയത്തിനുള്ളിലുള്ളത് വെളിപ്പെട്ടു എന്ന് മാത്രം. യോഹന്നാൻ്റെ സുവിശേഷം 3-ാം അധ്യായത്തിൻ്റെ 19-ാം വാക്യത്തിൽ, ന്യായവിധി എന്നതോ വെളിച്ചം ലോകത്തിൽ വന്നിട്ടും മനുഷ്യരുടെ പ്രവൃത്തി ദോഷമുള്ളതാകിയാൽ അവർ വെളിച്ചത്തേക്കാൾ ഇരുളിനെ സ്നേഹിച്ചതു തന്നെ. വെളിച്ചം ലോകത്തിൽ വന്നപ്പോഴാണ് മനുഷ്യർ വെളിച്ചത്തെയല്ല ഇരുളിനെയാണ് സ്നേഹിക്കുന്നത് എന്ന് വെളിപ്പെട്ടത്. യേശുവിൻ്റെ ജീവിതത്തിൽ അതാണ് സംഭവിച്ചത്. വാസ്തവത്തിൽ മനുഷ്യഹൃദയത്തിലെ പാപ സ്വഭാവം, മനുഷ്യഹൃദയത്തിലെ ദുഷ്ടതയും മ്ലേച്ഛതയും മറനീക്കി പുറത്തു വന്നു. അത് യേശുവിൻ്റെ ജീവകാലത്ത് സംഭവിക്കുമെന്ന് ശിമിയോൻ പ്രവചിച്ചു പറഞ്ഞു. 35-ാം വാക്യത്തിൽ, നിന്റെ സ്വന്തം പ്രാണനിൽ കൂടിയും ഒരു വാൾ കടക്കും എന്ന് മറിയയോട് പറയുകയാണ്. അത് യേശുവിൻ്റെ മരണത്തെക്കുറിച്ചാണ്. നല്ല പ്രായത്തിൽ എൻ്റെ മകൻ കൊല്ലപ്പെടും എന്നത് ഒരു അമ്മയെ സംബന്ധിച്ചിടത്തോളം തീർച്ചയായും ഹൃദയത്തിൽ വാൾ കിടക്കുന്നത് പോലെയുള്ള ഒരു വാർത്തയാണ്. ഇവിടെ യോസഫിനും മറിയയ്ക്കും അവരുടെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് കൃത്യമായി ദൈവം അവർക്ക് പറഞ്ഞു കൊടുത്തില്ല. എന്നാൽ ശിമിയോൻ്റെ ഈ പ്രവചന വാക്കുകൾ മുഖാന്തരം അവരെ ദൈവം നടത്തുന്നു, ദൈവം പറയുന്നതനുസരിച്ചാണ് അവർ ജീവിക്കുന്നത് എന്ന ഉറപ്പ് അവർക്കുണ്ടായി. അവരുടെ ജീവിതത്തിൽ നടക്കാൻ പോകുന്ന എല്ലാ കാര്യങ്ങളും അവർക്ക് വെളിപ്പെടുത്തി കൊടുത്തില്ലെങ്കിലും ദൈവം അവരെ വഴി നടത്തുകയും ദൈവം അവർക്ക് വേണ്ടി കരുതുകയും ചെയ്യുന്നുണ്ട് എന്ന കാര്യം അവർക്ക് മനസ്സിലായി. അതിനുശേഷം ഹന്ന എന്ന ഒരു പ്രവാചകിയെക്കുറിച്ച് നാം വായിക്കുന്നു. ശിമിയോൻ വൃദ്ധനായി അനേക നാളുകൾ ജീവിച്ചു. തൻ്റെ കുടുംബ പശ്ചാത്തലത്തെക്കുറിച്ചൊന്നും നാം അധികം വായിക്കുന്നില്ല. എന്നാൽ ഹന്ന, അവൾ ആശേർ ഗോത്രത്തിൽ നിന്നുള്ളവളാണ്. ഒരു പക്ഷേ പ്രവാസത്തിന് ശേഷം മടങ്ങി വന്നപ്പോൾ ആശേർ ഗോത്രത്തിലുണ്ടായിരുന്ന അവളുടെ മാതാപിതാക്കൾ യെരുശലേമിൽ യഹൂദ ഗോത്രത്തോടും ബെന്യാമിൻ ഗോത്രത്തോടും കൂടി താമസിക്കുവാൻ തീരുമാനിച്ചു കാണും. അവളുടെ ജീവിതത്തിൽ വളരെ കൈപ്പേറിയ അനുഭവങ്ങൾ കൂടിയാണ് അവൾക്ക് കടന്നു പോകേണ്ടി വന്നത്. വളരെ ചെറുപ്പത്തിൽ തന്നെ അവൾ വിധവയായി. അവൾ വിധവയായതിനു ശേഷം വളരെ ഭക്തിയുള്ള ഒരു ജീവിതം നയിച്ചു. ദേവാലയത്തിൽ സദാ താമസിക്കുകയും പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ടിരുന്നു. ഇവിടെ ജീവിതത്തിൽ വളരെയധികം ബുദ്ധിമുട്ടും പ്രയാസങ്ങളും കഷ്ടതകളും അനുഭവിച്ച ഒരു വ്യക്തി. അവളും യേശു കുഞ്ഞിനെ തിരിച്ചറിഞ്ഞു. അവൾ ചെയ്തതെന്താണ്? യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരിക്കുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് അറിയിച്ചു. ഹന്ന ഒരു പ്രവാചകിയാണ് എന്നാണ് നാം വായിക്കുന്നത്. അവൾ എന്തെങ്കിലുമൊക്കെ ഭാവിയെ സംബന്ധിച്ച് പ്രവചിച്ച് പറഞ്ഞോ ഇല്ലയോ എന്ന് നാം ഇവിടെ വായിക്കുന്നില്ല. എന്നാൽ പ്രവാചക ശുശ്രൂഷ എന്ന് വെച്ചാൽ ദൈവത്തിന് വേണ്ടി മനുഷ്യരോട് സംസാരിക്കുക എന്നാണ്. ഇവിടെ ഹാന അതാണ് ചെയ്തത്. അവൾ ദൈവത്തിന് വേണ്ടി ദൈവത്തിൻ്റെ അരുളപ്പാട് മനുഷ്യരോട് പറയുകയാണ്. അവൾ പറയുന്നത് കേൾക്കാൻ ചില ആളുകൾ അവിടെ ഉണ്ടായിരുന്നു. യെരുശലേമിനെ വീണ്ടെടുപ്പിനെ കാത്തിരുന്ന എല്ലാവരോടും അവനെക്കുറിച്ച് പറഞ്ഞു. യെരുശലേമിൻ്റെ വീണ്ടെടുപ്പിനെ കാത്തിരുന്നവർ ആരാണെന്നൊരു പക്ഷേ ഹന്നയ്ക്ക് അറിയാമായിരുന്നു. അവൾ പറയുന്നത് കേൾക്കാൻ തയ്യാറായ ചില ആളുകളുണ്ടായിരുന്നു. അവൾ അവരോട് അത് പറഞ്ഞു. ഈ രണ്ട് സംഭവങ്ങളും, ഈ രണ്ട് വ്യക്തികൾ യേശു കുഞ്ഞിനെക്കുറിച്ച് പറഞ്ഞ കാര്യങ്ങൾ യോസഫിനും മറിയയ്ക്കും വലിയൊരു എൻകറേജ്മെൻ്റ് ആയിരുന്നു. അവരെ ആശ്വസിപ്പിച്ചു. കാരണം അവർ ചെയ്ത കാര്യങ്ങൾ ശരിയാണോ എന്ന സംശയം അവർക്കുണ്ടായിരുന്നു. എന്നാൽ സംശയത്തിന് ഇടവില്ലാതെ വണ്ണം ദൈവം ഈ കാര്യം അവർക്ക് മനസ്സിലാക്കി കൊടുത്തു. അവർ ചെയ്യുന്നത് ദൈവത്തിൻ്റെ ഹിതമാണ്. ന്യായപ്രമാണത്തിൽ പറഞ്ഞിരിക്കുന്നതൊക്കെയും നിവർത്തിച്ച ശേഷം യോസഫും മറിയയും ഗലീലയിൽ തങ്ങളുടെ പട്ടണമായ നസറത്തിലേക്ക് മടങ്ങിപ്പോയി എന്നാണ് നാം വായിക്കുന്നത്. എന്നാൽ ഈ വാക്യം വളരെ സംക്ഷിപ്തമായാണ് ലൂക്കോസ് എഴുതിയിരിക്കുന്നത് എന്ന് മത്തായി സുവിശേഷം വായിച്ചാൽ നമുക്ക് മനസ്സിലാവും. കാരണം ദേവാലയത്തിൽ വന്നു ശിശുവിനെ പ്രതിഷ്ഠിച്ച ശേഷം അവർ മടങ്ങി ബേത്ലഹേമിലേക്കാണ് പോയത്. ബേത്ലഹേമിൽ കുറേ നാളുകൾ താമസിച്ചു. ആ സമയത്താണ് ഹെരോദാവ്
യഹൂദന്മാരുടെ രാജാവായ ഒരു കുഞ്ഞ് പിറന്നു എന്ന കാര്യം കേൾക്കുകയും വിദ്വാൻമാരെ അന്വേഷിക്കുവാനായിട്ട് അയക്കുകയും ചെയ്തു. എന്നാൽ വിദ്വാൻമാർ ഹെരോദാവിനടുത്തേക്ക് മടങ്ങിപ്പോവാഞ്ഞതുകൊണ്ട് താൻ ബേത്ലഹേമിലുള്ള എല്ലാ കുഞ്ഞുങ്ങളെയും കൊല്ലാൻ തീരുമാനിച്ചു. ദൂതൻ അക്കാര്യം യോസഫിനെയും മറിയയും അറിയിച്ചു. അവർ ഈജിപ്തിലേക്ക് രക്ഷപ്പെട്ടു. അത് കഴിഞ്ഞ് ഈജിപ്തിൽ നിന്ന് ചില വർഷങ്ങൾക്ക് ശേഷം അവർ മടങ്ങി ബേത്ലഹേമിൽ വന്ന് താമസിക്കുവാൻ പ്ലാൻ ഇട്ടിരുന്നുവെങ്കിലും ദൈവദൂതൻ അവരെ വീണ്ടും മുന്നറിയിപ്പ് നൽകിയതുകൊണ്ട് അവർ നസറത്തിൽ പോയി താമസിച്ചു. അങ്ങനെ യേശു ഗലീലയിലെ നസറത്തിൽ വളർന്നു. ഈ കാര്യങ്ങളെല്ലാം ലൂക്കോസ് എഴുതിയിട്ടില്ല. മത്തായി സുവിശേഷം വായിക്കുമ്പോഴാണ് നമുക്ക് ഇത് അറിയുവാൻ കഴിയുന്നത്. 39-ാം വാക്യത്തിൽ ഒറ്റയടിക്ക് ലൂക്കോസ് പറയുന്നു, അവർ ഗലീലയിലെ നസറത്തിൽ പോയി താമസിച്ചു. അവിടെ യേശു വളരുകയാണ്. യേശു പൈതൽ വളർന്നു, ജ്ഞാനം നിറഞ്ഞു, ആത്മാവിൽ ബലപ്പെട്ടു പോകുന്നു, ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. യോസഫിൻ്റെയും മറിയുടെയും വീട്ടിൽ ജനിച്ച ആദ്യത്തെ കുഞ്ഞാണ്. ഈ കുഞ്ഞ് വളരെ വ്യത്യസ്തനായ ഒരു കുട്ടിയായിരുന്നു. ദൈവം മനുഷ്യനായി പിറന്നതാണ്. പാപ സ്വഭാവമില്ലാതെ ജനിച്ച കുട്ടിയാണ്. ഇവൻ്റെ സ്വഭാവം കാണുമ്പോൾ ഒരു പക്ഷേ മാതാപിതാക്കൾ ചിന്തിക്കാൻ സാധ്യതയുണ്ട് എല്ലാ കുഞ്ഞുങ്ങളും ഇങ്ങനെയായിരിക്കുമെന്ന്. എന്നാൽ അങ്ങനെ ആയിരുന്നില്ല. അവൻ വളരെ വ്യത്യസ്തനായിരുന്നു. അവൻ ശാരീരികമായി വളർന്നു, മാനസികമായി അവൻ്റെ ആത്മാവിൽ അവൻ ബലപ്പെട്ടു എന്ന് നാം വായിക്കുന്നു. ദൈവകൃപയും അവൻ്റെ മേലുണ്ടായിരുന്നു. ഇവിടെ ദൈവകൃപ എന്ന് ഉദ്ദേശിക്കുന്നത് അർഹിക്കാത്ത ഫേവർ, അർഹിക്കാത്ത കരുണ ദൈവം കാണിച്ചു ആ അർത്ഥത്തിലല്ല. ദൈവത്തിൻ്റെ സഹായം, അനുഗ്രഹം അവൻ്റെ മേലുണ്ടായിരുന്നു എന്ന അർത്ഥത്തിലാണ് ഇവിടെ ആ വാക്ക് ഉപയോഗിച്ചിരിക്കുന്നത്. ഈ സാധാരണ കുട്ടി എന്ന് യോസഫും മറിയും വിചാരിച്ചിരുന്ന യേശു അസാധാരണനായ ഒരു വ്യക്തിയാണ് എന്ന് ചില സംഭവങ്ങൾ കൊണ്ട് അവർക്ക് മനസ്സിലായി. അതാണ് 41-ാം വാക്യം മുതൽ ഉള്ള ഭാഗത്ത് നാം കാണുന്നത്. യോസഫും മറിയും എല്ലാ വർഷവും പെസഹ പെരുന്നാളിൻ്റെ സമയത്ത് യെരുശലേമിൽ പോകും. എല്ലാ ഭക്തിയുള്ള യഹൂദന്മാരും അത് ചെയ്തിരുന്നു. പ്രായപൂർത്തിയായ പുരുഷന്മാരെല്ലാവരും ദൈവസന്നിധിയിൽ വരണം എന്ന് കൽപ്പനയുണ്ടല്ലോ. സാധാരണഗതിയിൽ കുഞ്ഞു കുട്ടികളെ കൊണ്ടുപോകാറില്ല. 12 വയസ്സാകുമ്പോഴാണ് ഒരു കുട്ടി പുരുഷനായി എന്ന് തീരുമാനിക്കുന്നത്. അപ്പോൾ ഒരു പക്ഷേ 12-ാമത്തെ വയസ്സിൽ ആദ്യമായിട്ടായിരിക്കും യേശുവിനെ അവർ ദേവാലയത്തിലേക്ക് കൊണ്ടുപോയത്. അവർ പതിവ് പോലെ പെരുന്നാളിന് പോയി യേശുവിനെയും കൊണ്ടുപോയി. പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങിപ്പോരുമ്പോൾ മാതാപിതാക്കൾ ഒരു വലിയ അബദ്ധം കാണിച്ചു. അവരുടെ മകൻ അവരുടെ കൂടെ ഉണ്ട് എന്നവർ കരുതി. പക്ഷേ അവരുടെ വിചാരം, അവർ സങ്കല്പിച്ചത് ശരിയല്ലായിരുന്നു. യേശു അവരുടെ കൂടെ ഇല്ലായിരുന്നു. ഇത്തരം സംഭവങ്ങൾ പലപ്പോഴും ഈ കാലത്ത് നടക്കാറുണ്ട്. ഞാൻ ഓർക്കുന്നു, ചില നാളുകൾക്ക് മുൻപ് ഞങ്ങൾ 2 കുടുംബങ്ങൾ ഒരു സ്ഥലത്ത് പോയി. 2 വണ്ടിയിലാണ് പോയത്. അപ്പോൾ ഞങ്ങളുടെ ഒരു കുട്ടി, അവൻ ഞങ്ങൾ കയറിയ വണ്ടിയിലില്ലായിരുന്നു. ഞങ്ങൾ കരുതി അവൻ മറ്റേ വണ്ടിയിൽ ഉണ്ടായിരിക്കുമെന്ന്. ഞങ്ങൾ മടങ്ങി വീട്ടിൽ വന്ന് 2 വണ്ടിയിലും നോക്കിയപ്പോൾ ഒരു കുട്ടിയില്ല. അന്ന് ഞങ്ങൾക്ക് വലിയ മനപ്രയാസവും ഭയവും ഉണ്ടായി. ഉടനെ തിരിച്ചുപോയി അവനെ അന്വേഷിച്ച് കണ്ടുപിടിക്കുവാനൊക്കെ ഇടയായി. ഒരു മാതാപിതാക്കൾക്കും ചെയ്യാൻ ഇഷ്ടമില്ലാത്തൊരു കാര്യം, ഇനി അങ്ങനെ എന്തെങ്കിലും സംഭവിച്ചാൽ അതൊരിക്കലും അവർ മറക്കുകയുമില്ല. വലിയ ഒരു മാനസിക വിഷമം ഉണ്ടാക്കുന്ന ഒരു സംഗതിയാണ് അവരുടെ ഒരു കുട്ടിയെ കാണാതെ പോവുക എന്നത്. യോസഫിനും മറിയയ്ക്കും അങ്ങനെ ഒരു അനുഭവത്തിൽ കൂടി കടന്നു പോകേണ്ടി വന്നു. ഇതിന് പല കാരണങ്ങൾ പലരും പറയുന്നുണ്ട്. ഒന്ന് പറയുന്നത്, യെരുശലേമിലെ പെരുന്നാൾ കഴിഞ്ഞ് മടങ്ങി പോരുമ്പോൾ പുരുഷന്മാർ ഒരു കൂട്ടമായും സ്ത്രീകൾ ഒരു കൂട്ടമായും അങ്ങനെയാണ് നടക്കുന്നത്. അതുകൊണ്ട് യോസഫ് വിചാരിച്ച് കാണും യേശു മറിയയുടെ കൂടെ കാണുമെന്ന്, മറിയ വിചാരിച്ച് കാണും യേശു യോസഫിൻ്റെ കൂടെ കാണുമെന്ന്. അങ്ങനെ മിസ്സായി പോകുവാൻ സാധ്യതയുണ്ട്. ഒരു ഗ്രാമത്തിൽ നിന്നുള്ള ബന്ധുമിത്രാദികളെല്ലാവരും ഒരുമിച്ച് പോകുമ്പോൾ ഞങ്ങളുടെ കുട്ടി അവരുടെ ആരുടെയെങ്കിലും കൂടെ കാണും എന്ന് ധരിക്കുക സ്വാഭാവികം. എന്നാൽ കുറേ ദൂരം വന്നു കഴിഞ്ഞപ്പോൾ യെരുശലേമിൽ നിന്ന് യാത്ര ചെയ്യുന്ന ആളുകളുടെ എണ്ണം കുറഞ്ഞു. അവരുടെ ഗ്രാമത്തിലേക്കുള്ള ആളുകൾ അല്ലെങ്കിൽ അവരുടെ വീട്ടുകാർ അവർ മാത്രമായപ്പോഴാണ് അവർ ഈ കാര്യം ശ്രദ്ധിച്ചത്. യേശു അവരുടെ കൂടെ ഇല്ല. ഉടനെ അവർ സഹയാത്രികരുടെ കൂടെ ഉണ്ടായിരിക്കുമെന്ന് വിചാരിച്ചു. അവരുടെ കൂടെയൊക്കെ അന്വേഷിച്ചു, കണ്ടില്ല. അവർ തിരിച്ച് യെരുശലേമിലേക്ക് മടങ്ങിപ്പോയി.
ഒരു ദിവസത്തെ വഴി പോന്നു കഴിഞ്ഞാണ് ഇവർ ഈ കാര്യം അറിഞ്ഞത്. അപ്പോൾ തിരിച്ച് യെരുശലേമിലേക്ക് പോകാൻ ഒരു ദിവസത്തെ വഴി മതി. ഒരുപക്ഷെ അത്രയും തന്നെ എടുത്തു കാണുകയില്ല. കാരണം കുട്ടിയെ കാണാതെ പോയി എന്ന ആ ആവലാതി കൊണ്ട് ഒരുപക്ഷെ അവർ കൂടുതൽ വേഗത്തിൽ മടങ്ങിപ്പോയി കാണും. പക്ഷേ 3 നാൾ കഴിഞ്ഞ ശേഷമാണ് അവർ യേശുവിനെ കണ്ടെത്തിയത്. അതിൻ്റെ ഒരു കാരണം ഒരാൾ പറഞ്ഞത്, സാധാരണ കുട്ടികൾ പെരുന്നാളിന് പോയാൽ അവർ എവിടെയൊക്കെയാണ് പോവുക? നമുക്കറിയാം. അവിടെ എന്തെങ്കിലും കളികളുണ്ടെങ്കിൽ, കടകളുണ്ടെങ്കിൽ, അവർക്ക് കൗതുകമുണ്ടാക്കുന്ന എന്തെങ്കിലും കാര്യങ്ങളുണ്ടെങ്കിൽ അതൊക്കെ നോക്കി നിന്ന് ആണ് കുട്ടികൾ സമയം കളയുക. അങ്ങനെയുള്ള സ്ഥലത്ത് തന്നെ ആയിരിക്കും ഒരു പക്ഷേ യോസഫും മറിയയും യേശുവിനെ അന്വേഷിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള ഒരു സ്ഥലത്തും യേശുവിനെ കണ്ടില്ല. അവർ ഒട്ടും പ്രതീക്ഷിക്കാതിരുന്ന ഒരു സ്ഥലത്താണ് യേശുവിനെ കണ്ടത്. ഒരു കുട്ടിയും സാധാരണ പോയിരിക്കുവാൻ ആഗ്രഹിക്കാത്ത ഒരു സ്ഥലം, ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിൽ. ന്യായപ്രമാണം നന്നായി പഠിച്ച് മനസ്സിലാക്കിയിരിക്കുന്ന ശാസ്ത്രിമാരായ ആളുകളുടെ മധ്യത്തിൽ 12 വയസ്സുള്ള ഒരു കുട്ടി പോയിരിക്കുക എന്നുള്ളത് സാധാരണമല്ല. എന്നാൽ അതാണ് അവിടെ സംഭവിച്ചത്. യേശു ന്യായപ്രമാണം അറിയാവുന്ന ഉപദേഷ്ടാക്കന്മാരുടെ മധ്യത്തിൽ ഇരിക്കുകയും അവരുടെ ഉപദേശം കേൾക്കുകയും അവരോട് ചോദ്യങ്ങൾ ചോദിക്കുകയും ചെയ്യുകയാണ്. ഈ കുട്ടിയുടെ ജ്ഞാനം, അവൻ ചോദിക്കുന്ന ചോദ്യങ്ങൾ, അവൻ പറയുന്ന കാര്യങ്ങൾ കേട്ട ഉപദേഷ്ടാക്കന്മാർ അവർ വിസ്മയിച്ചു പോയി. ഒരു കുട്ടിക്ക് ഇത്ര ജ്ഞാനമോ? ഈ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കാൻ തക്ക വിവേകം ഈ കുട്ടിക്ക് എങ്ങനെ ഉണ്ടായി? അവർ അതിശയിച്ചു. എന്നാൽ യോസഫിനും മറിയയ്ക്കും അവരുടെ വീട്ടിൽ വളർന്ന യേശു ഒരു സാധാരണ കുട്ടിയായി തോന്നിക്കാണും. പക്ഷേ ഈ സംഭവം അവരുടെ ജീവിതത്തിൽ യേശുവിനെക്കുറിച്ചുള്ള അവരുടെ അഭിപ്രായം മാറാൻ ഒരു പക്ഷേ ഇടയാക്കി കാണും. യേശു അവരോട് ഒരു മറുപടി പറയുന്നത് നാം വായിക്കുന്നുണ്ട്. അവരാദ്യം ചോദിച്ചു, മകനെ, ഞങ്ങളോട് ഇങ്ങനെ ചെയ്ത് എന്ത്? നിൻ്റെ അപ്പനും ഞാനും വ്യസനിച്ചുകൊണ്ട് നിന്നെ തിരഞ്ഞു എന്ന് പറഞ്ഞു. അതിനവൻ മറുപടി പറഞ്ഞത് എന്താണ്? എന്നെ തിരഞ്ഞത് എന്തിന്? എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടത് എന്ന് നിങ്ങൾ അറിയുന്നില്ലയോ എന്ന് പറഞ്ഞു. ഈ പറഞ്ഞതിൻ്റെ അർത്ഥം അവർക്ക് മനസ്സിലായില്ല, അവർ ഗ്രഹിച്ചില്ല. മറിയ പറയുന്നത് ഞാനും നിൻ്റെ അപ്പനും നിന്നെ അന്വേഷിച്ചു എന്നാണ്. പക്ഷേ യേശു അവരോട് പറയുകയാണ്, ഞാൻ എൻ്റെ പിതാവിനുള്ളതിൽ ഇരിക്കേണ്ടതല്ലോ. എന്ന് വെച്ചാൽ ദേവാലയം അത് എൻ്റെ പിതാവിൻ്റെ ഭവനമാണ്, അല്ലാതെ യോസഫ് അല്ല എൻ്റെ പിതാവ്, ദൈവമാണ് എൻ്റെ പിതാവ്. എൻ്റെ പിതാവിനുള്ളതിൽ ഞാൻ ഇരിക്കേണ്ടതല്ലയോ എന്നവൻ പറഞ്ഞു. പക്ഷേ ഈ കാര്യം അവർ ഓർത്തിരുന്നുവെങ്കിലും അതവർ മനസ്സിലാക്കിയില്ല. ഒരു കുഞ്ഞിനെ കാണാതെ പോയാൽ അതുകൊണ്ടുണ്ടാകുന്ന മനപ്രയാസവും വിഷമവും ദുഃഖവും ഒരു മാതാപിതാക്കളും മറന്നു പോവുകയില്ല. മാതാപിതാക്കളായിട്ടുള്ള പലർക്കും അതറിയാം. എന്നാൽ ആ സമയത്ത് കുട്ടി പറഞ്ഞ കാര്യം അതിൻ്റെ അർത്ഥം മനസ്സിലായില്ല എന്നാണ് നമ്മളിവിടെ വായിക്കുന്നത്. യേശു പറഞ്ഞത് ഇവർക്ക് മനസ്സിലായില്ല. പക്ഷേ ആ സംഭവം അവർ മറന്നു പോവുകയില്ല. കാരണം അവർ 3 ദിവസം വാസ്തവത്തിൽ തീ തിന്നു. അവരുടെ കുഞ്ഞിനെ കാണാതെ പോയി അവർ അന്വേഷിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു. യേശു വളരെ ശാന്തനായി അവരോട് മറുപടി പറഞ്ഞു. അതിനുശേഷം അവരുടെ കൂടെ ഇറങ്ങി നസറേത്തിൽ വന്ന് അവർക്ക് കീഴടങ്ങിയിരുന്നു. ഈ കാര്യങ്ങളെല്ലാം മറിയ ഹൃദയത്തിൽ സംഗ്രഹിച്ചു. ഈ പ്രയോഗത്തിൻ്റെ അർത്ഥം ലൂക്കോസ് മറിയോട് സംസാരിച്ചതിന് ശേഷമാണ് ഈ കാര്യങ്ങളൊക്കെ എഴുതിയിരിക്കുന്നത് എന്നാണ്. യേശു മടങ്ങി വന്ന നസറേത്തിൽ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. എനിക്ക് ഉറപ്പുണ്ട് നിങ്ങളും ഇത് കേട്ട് കാണും. യേശു 30 വയസ്സ് വരെ പാലസ്തീനിലല്ല താമസിച്ചത്. പാലസ്തീൻ വിട്ട് ഇന്ത്യയിൽ വന്ന് കാശ്മീരിൽ വന്ന് പഠിക്കുകയായിരുന്നു. അതിനുശേഷം മടങ്ങിപ്പോയി പ്രസംഗവും അത്ഭുതസിദ്ധികളും ഒക്കെ ചെയ്യുമായിരുന്നു. ഈ അത്ഭുതസിദ്ധി ചെയ്യാനൊക്കെ ഇവിടെ വന്ന് പഠിച്ചതാണ് എന്നൊക്കെ പറഞ്ഞുള്ള പഠിപ്പിക്കലുകൾ നിങ്ങൾ കേട്ട് കാണും. അവരുടെ പ്രധാന വാദമുഖം 12 വയസ്സ് മുതൽ 30 വയസ്സ് വരെ യേശു എന്തു ചെയ്തു എന്ന് വേദപുസ്തകത്തിൽ എഴുതിയിട്ടില്ല എന്നാണ്. അത് ശരിയല്ല. ഇവിടെ എഴുതിയിരിക്കുന്നു 12 വയസ്സിൽ ഈ സംഭവം ഉണ്ടായതിന് ശേഷം യേശു ഗലീലയിൽ ചെന്ന് അവൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങിയിരുന്നു. ബൈബിളിൽ അത് പറയുന്നുണ്ട്. ആ കാലത്ത് സംഭവിച്ച കാര്യങ്ങളെല്ലാം വിശദമായിട്ട് എഴുതിയിട്ടില്ല എന്നതിൻ്റെ അർത്ഥം യേശു ആ കാലത്ത് പലസ്തീനിൽ ജീവിച്ചിരുന്നില്ല എന്നല്ല.
വെറുതെ ഒരു തെറ്റായ തിയറി പഠിപ്പിക്കാൻ വേണ്ടി ആളുകൾ ചമച്ച ഒരു കഥയാണ് യേശു കാശ്മീരിൽ വന്ന് പഠിച്ചു എന്നത്. ബൈബിൾ പറയുന്നു യേശു 12 വയസ്സിന് ശേഷം തൻ്റെ മാതാപിതാക്കൾക്ക് കീഴടങ്ങി നസറേത്തിൽ ഗലീലയിൽ താമസിച്ചു എന്ന്. അതിനുശേഷവും നാം വായിക്കുന്നു യേശു ജ്ഞാനത്തിലും ദൈവത്തിൻ്റെയും മനുഷ്യരുടെയും കൃപയിലും മുതിർന്നു വന്നു. അവിടെ ദൈവത്തിനും മനുഷ്യർക്കും പ്രസാദമുണ്ടാകുന്ന ഇഷ്ടപ്പെടുന്ന തരത്തിലുള്ള ജീവിതമാണ് യേശു നയിച്ചത്. തൻ്റെ മാതാപിതാക്കൾ അവർക്ക് ഒരു പക്ഷേ യേശുവിൻ്റെ ദിവ്യത്വം മനസ്സിലായി കാണും എന്നില്ല. എന്നാൽ പിന്നീട് അവർക്ക് മനസ്സിലായി. അപ്പോൾ ഈ കാര്യങ്ങളൊക്കെ അവർ ലൂക്കോസിന് പറഞ്ഞു കൊടുക്കുകയും ലൂക്കോസ് തൻ്റെ സുവിശേഷത്തിൽ അത് എഴുതുകയുമാണ് ചെയ്യുന്നത്. യേശുവിൻ്റെ മാതാപിതാക്കൾക്ക് പറ്റിയ അബദ്ധം യേശു അവരുടെ കൂടെ ഉണ്ട് എന്ന് അവർ തെറ്റായി ധരിച്ചു. ഇന്നും അനേക ആളുകൾ ക്രിസ്ത്യാനികൾ എന്ന് അവകാശപ്പെടുന്നവർ അവർ പറയുന്നത് അവർ യേശുവിൻ്റെ കൂടെയാണെന്നാണ്. വാസ്തവത്തിൽ യേശു നമ്മുടെ കൂടെയുണ്ടോ? അതോ വെറുതെ ചില കാര്യങ്ങൾ നാം പറയുന്നു എന്ന് മാത്രമേ ഉള്ളൂ? യോസഫും മറിയും യേശു കൂടെ ഉണ്ടെന്ന് വിചാരിച്ചു, പക്ഷേ യേശു കൂടെ ഇല്ലായിരുന്നു. പ്രിയ സുഹൃത്തെ, നിങ്ങളുടെ ജീവിതത്തിൽ യേശു ഉണ്ടോ? യേശു നിങ്ങളുടെ കൂടെ നടക്കുന്നുണ്ടോ? അങ്ങനെ നടക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ജീവിതം അനുഗ്രഹീതമായിരിക്കും. ഇല്ലെങ്കിൽ അത് വലിയ ആധിക്കും കണ്ണുനീരിനും കാരണമായി തീരും. യേശു ഉണ്ട് എന്ന് വിചാരിച്ച് യേശു ഇല്ലാത്ത ജീവിതം നയിക്കരുത്. യേശു നിങ്ങളുടെ കൂടെ ഉണ്ട് എന്നുറപ്പ് വരുത്തുക. നമുക്ക് പ്രാർത്ഥിക്കാം. ഞങ്ങളുടെ ദൈവമേ, സ്വർഗീയ പിതാവേ, അവിടുത്തെ പുത്രനും ഞങ്ങളുടെ രക്ഷിതാവുമായ യേശു ക്രിസ്തുവിനായ സ്തോത്രം. താൻ പൂർണ്ണ മനുഷ്യനും പൂർണ്ണ ദൈവമായി ഈ ഭൂമിയിൽ ജീവിച്ചു. ഞങ്ങൾക്ക് വേണ്ടി ഒരു പ്രായശ്ചിത്ത മരണം അവിടുന്ന് സഹിച്ചു. ഞങ്ങളതിനായി അവിടുത്തെ വാഴ്ത്തുന്നു. ഞങ്ങളുടെ കേൾവിക്കാർ ഓരോരുത്തരും അവരുടെ ജീവിതത്തിൽ യേശു ഉള്ളവരായി തീരുവാനിടയാക്കണമേ. പ്രാർത്ഥനയുടേതിനായ സ്തോത്രം യേശു കർത്താവിന്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. ആമേൻ. 09880091107